ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ചെറിയൊരു കഥ പറയാനായിട്ടാണ് വന്നേക്കുന്നത്. എന്താണ് ആ ഉൽപ്പന്നം എന്നല്ലേ? നമ്മുടെ ഉപ്പ് തന്നെ. എല്ലാവരും ഉപയോഗിക്കുന്ന ഉപ്പ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ്. അത് കഴിഞ്ഞാൽ ചൈനയിൽ. അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തൂത്തുക്കുടിയിലെ ഉപ്പ് ഫാക്ടറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു സംരംഭം എന്ന് പറയാം. അവിടത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ അങ്ങോട്ടത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാണുന്നത് നമ്മൾ നെൽപ്പാടമൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ഉപ്പ് പാടം എന്ന് തന്നെ പറയാം. ഇത്രയും വിശാലമായി കിടക്കുന്ന ഈ ഉപ്പ് പാടത്തു നിന്നാണ് നമ്മളെ ദിനംപ്രതി ഉപയോഗിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, വെറുതെ അല്ല, ഒരുപാട് പ്രോസസ്സിങ് നടന്ന ശേഷമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് ഫാക്ടറികൾ ഇവിടെ അറിയാലോ. തമിഴ്നാട്ടിൽ മുഖ്യമായി നിൽക്കുന്നതെല്ലാം ചെറിയതും വലുതുമായിട്ടുള്ള ഫാക്ടറികളാണ്. ആ ഫാക്ടറിയിൽ നിന്ന് പോകുന്ന പുക കാണുമ്പോൾ അറിയാം എന്തുമാത്രം പൊല്യൂഷനാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് അസുഖങ്ങൾക്കൊക്കെ കാരണം ഈ പൊല്യൂഷനാണെന്നറിയാലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ പതുക്കെ ഉപ്പുപാടത്തോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഉപ്പുപാടത്തിലെത്തിയിട്ടുണ്ട്. ആ അങ്ങ് അകലെ കാണുന്ന ആ ചെറിയ ഒരു ഇതാണ് നമ്മുടെ ഉപ്പ് ഫാക്ടറി. ചെറിയൊരു സംരംഭം എന്ന് പറയും, ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കോ ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് അറിയാലോ? ഇതാണ് നമ്മുടെ നിലം, നമ്മുടെ ഉപ്പ് പാടം എന്ന് പറയാം. ഇതിപ്പോൾ എല്ലാം ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം ഉപ്പിൻ്റെ ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവിടെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കൊക്കെ ശേഷം കുറച്ച് നേരത്തേക്ക് ഇതിപ്പം ഒഴിച്ചം കിട്ടുകയാണ്. അത് മാത്രമല്ല, അവിടെ മഴ പെയ്ത് പ്രളയമായി, അതായത് ഒരു ഡാം പൊട്ടി ഫുള്ള് പ്രളയമായി. അപ്പം ഏതാണ്ട് അവർ ഒരാൾപ്പരം ഒരാൾപ്പരം ഇല്ലെങ്കിലും അതിൻ്റെ പകുതിയോളം പൊക്കത്തിൽ വെള്ളം കയറി എല്ലാം നശിച്ചു പോകും. അങ്ങനെ നമ്മളെന്തായാലും അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ഇപ്പം നമുക്ക് ഉപ്പിൻ്റെ അവരുടെ പ്രോസസ്സിങ് ഇപ്പം നിരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോയി അവിടുത്തെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അതിനകത്ത് കടക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വെറും ഒരു കുറച്ച് സ്ഥലം വെച്ചിട്ട് നമുക്കൊരു പാടം റെഡിയാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉപ്പ് നിർമ്മിക്കണമെങ്കിൽ അത് ശക്തമായിട്ടുള്ള വെയിലും വേണം, അതേപോലെ കാറ്റും വേണം, മഴ ഒരുപാട് ഇല്ലാത്ത സമയത്ത് വേണം ചെയ്യാൻ പറ്റുന്ന. അപ്പം അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഉപ്പ് നിർമ്മിക്കുന്നത്. കാറ്റും വെയിലുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം നേരെ നമ്മുടെ ആ ഉപ്പ് സംരംഭത്തിൻ്റെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിൻ്റെ അകത്തേക്കും അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. പിന്നെ നമുക്കറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ പാടത്തിൽ തന്നെ ഇപ്പം ഒരു ആണും പെണ്ണും എന്ന രീതിയിൽ പാടത്ത് രണ്ടായിട്ട് പിടിച്ചേക്കാണ്. ആൺ പാടത്ത് കൂടെ വെള്ളം വീണ് അത് നേരെ ആ ഒരു ഒരു പൈപ്പിൽ കൂടെ നേരെ പെൺപാടത്തിലേക്ക് വീണ് അവിടെയാണ് ഉപ്പുണ്ടാകുന്നത്. അതായത് ആദ്യം കാണുന്നത് ആൺപാടം, അവിടെ നിന്ന് വെള്ളം നേരെ ശുദ്ധീകരിച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് പെൺപാടത്ത് നിന്നാണ് ഉപ്പുണ്ടാകുന്നത് എന്നാണ് ഇവർ ഈ പറയുന്നത്. അതായത് നമ്മൾ ഇതുവരെയും കേൾക്കാത്ത ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ആൺപാടവും പെൺപാടവും വിചാരിച്ചാൽ മാത്രമേ ഉപ്പുണ്ടാക്കാൻ കഴിയുള്ളൂ. പെൺപാടത്തിലാണ് ഉപ്പുണ്ടാകുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത് കടൽ ജലം വറ്റിച്ച് നീരാടിയാക്കി ആണ് നമ്മൾ ഉപ്പ് എടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇവർ പറഞ്ഞു തന്നൊരു കാര്യം വെച്ചിട്ട് ഭൂഗർഭ ജലം എടുത്തിട്ടാണ് ഇവർ ഉപ്പുണ്ടാക്കുന്നത്. അതായത് ഇവിടുത്തെ ഭൂഗർഭ ജലത്തിൽ ഉപ്പിന്റെ കണ്ടന്റ് കൂടുതലാണ്. ഇവിടെ ഉള്ളവർ നമ്മൾ സാധാരണ അവർ പുറത്തുനിന്നുള്ള വെള്ളമാണ് വാങ്ങിച്ചാണ് കുടിക്കുന്നത്. ഇവിടുത്തെ സാധാരണ വെള്ളം ഇവർക്ക് കുടിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മൾ ഫാക്ടറിയുടെ ഫ്രണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരുപാട് ഉപ്പ് മുഴുവൻ അഴുക്ക് പിടിച്ച് കിടന്ന് അവരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ നേരത്തെ വന്ന പ്രളയത്തിലൊക്കെ അവരുടെ ഒരുപാട് ഉപ്പുകൾ വേസ്റ്റ് ആയി പോയി. ആ വേസ്റ്റ് ആയതാണ് അവർ വൃത്തിയാക്കി. ഇനി ഒരുപാട് ജോലിക്കാർക്ക് ഒരുപാട് നഷ്ടമുണ്ടായെന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അത് ബാക്കി ഇവരുടെ ചോദിച്ചു. അവിടെ കൂന കൂട്ടി ഇരിക്കുന്ന ഉപ്പ് കാണുമ്പോൾ അറിയാം അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായിരുന്നു. നമ്മളെ നേരെ കാണുമ്പോൾ ഇതേപോലെ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു ആൻറ്റി നിൽക്കുന്നുണ്ട്. ആൻറ്റിയുടെ അവിടെ ഉപ്പാണ്, അവരത് പ്രോസസ്സിങ്ങിന് വേണ്ടി അവിടെ ഇട്ടേക്കാണ്.
അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു. പക്ഷേ അവർ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അവർ നമ്മുടെ അടുത്ത് അതിൻ്റെ അകത്ത് அங்கேருந்து வரிசையாக ஒவ்வொரு வெப்பமாக கடத்தி காய்ச்சி கொண்டு அந்த மாதிரி கொண்டு வந்து டிகிரி வாலில் வரும்போது ஒரு 24 டிகிரி வந்துடும். அந்த 24 இந்த பாச்சியெல்லாம் சுற்றி வரப்பெல்லாம் பிடிச்சி பாச்சியை நல்லா லெவல் பண்ணி வீட்டில் சும்மா களிமண் தர இருக்குல்ல, அப்படி வீடு இருக்குல்ல, அதே மாதிரி இதை வடித்து கரைக்கி போட்டு அதுக்கப்புறம் தண்ணி விடணும். ஒரு 10 நாள் கழிச்சு வரணும். இந்த வெயிலுக்கு இவ்வளோ தண்ணி வச்சுருக்கோம், அதில் உப்பு மடிச்சிடும். அது வர்றது ப்ராசஸிங் ആണ്. வேற ஒரு வாரம் உப்பு இதில் போட்டு அரைக்கணும். വേറെ ക്ലീനിങ് ആണോ? ഇവിടെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുന്നത്, സൂക്ഷിച്ച് വയ്ക്കുന്നത് ഇവിടെയാണല്ലേ. ഇവിടെ ഭദ്രമായി ഇരിക്കും. போட்டுக்கிட்டு இருக்காங்க. இயற்கை விளைச்சோம். இப்போ விவசாயம் வயக்காட்டில் விளைக்கும்ல, அரிசி அது பிறகு ஓகே ஓகே. അങ്ങനെ ഇതുവഴി നമ്മൾ മില്ലിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഇതേപോലെ ഉപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പ്രോസസ്സിങ് നടന്ന് ഓരോ ഘട്ടമായിട്ട് പ്രോസസ്സിങ് നടന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പായി മാറും. ഇത് ഒരു നമ്മുടെ ഉപ്പ് പാടത്ത് ഒരു 15 ദിവസം അവർ നല്ല രീതിയിൽ മെനക്കിട്ടാൽ മാത്രമേ അവർക്ക് ഈ ശുദ്ധമായിട്ടുള്ള ഉപ്പ് കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ തന്നെ വളരെ നല്ല തണുപ്പായിരുന്നു. ഇനി അതിൽ അയഡിനൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പായി മാറുന്നത്. നമ്മളാണ് അവിടെ അകത്ത് ചെന്നപ്പോൾ അവർക്ക് അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോന്ന് പാക്കിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ്. 3-4-5 പേരുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടാൽ നമുക്കറിയാം. പിന്നെ ഉള്ളൊരു കാര്യം വെച്ചാൽ 15 ദിവസം വേണ്ടി വരും അവർക്ക് ഈ പാടത്ത് നിന്ന് ഈ ഉപ്പ് ഇതേപോലെ ആക്കി ഇനി എടുക്കാൻ 15 ദിവസം വേണ്ടി വരും. അതേപോലെ വെള്ളം വറ്റി, ഉപ്പ് വെള്ളം വറ്റി അത് ഉപ്പായി മാറുമ്പോൾ ഇടയ്ക്ക് അവർ ഇളക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ഇത് ആ പാടത്തിന്റെ രീതിയിൽ ആ ഒരു സ്കോറിൽ നമ്മുടെ ഗ്രാനൈറ്റും മാർബിളൊക്കെ ആവുന്നതൊക്കെ അത്രയ്ക്കും കട്ട പിടിച്ച് അതേപോലെ നിൽക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. പിന്നെ ഇത്രയും അപ്പോൾ ഇത്രയും ഇങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഇതെല്ലാം അതിനടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. അവർ രാവിലെ 8 മണിക്ക് വന്നാൽ ഉച്ച വരെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് 500 രൂപയാണ് അവർക്ക് സാലറി. അത് വൈകുന്നേരം 4 മണി വരെയാണെങ്കിൽ 750 രൂപ. ആ രീതിയിലാണ് അവർക്കത് ചെയ്യുന്നത്. അതുപോലെ ഈ കൂല കൂട്ടി ഇട്ടേക്കണത്, ഈ ചാക്കിൽ കെട്ടിയിട്ടാണ് മൊത്തം ഉപ്പാണ്. ഉപ്പെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ പാടത്തുനിന്ന് കുറെ വെള്ളം കയറി നശിച്ചു പോയ, അതായത് ചെളി കയറി മിക്സിങ് ആയ ഉപ്പാണത്. அழிஞ்சிரும். இனிமேதான் அதுக்கு ப்ரொடெக்ஷனுக்கு ஆகுறதுக்கு മഴ പെയ്തപ്പോ ഇത് ഫുള്ള് പോയി. சும்மா எருப்பு கட்டுற மாதிரி தான் சும்மா கிடக்கும். വെള്ളം കയറി പോയതാണോ? പ്രളയത്തിൽ പോയാണോ വെള്ളം കയറി? வெள்ளம் இங்கே இவ்வளவு வந்துச்சு. அவ்வளவு உப்பெல்லாம் அழிஞ்சு போயிட்டு பல கோடி பல லட்சம் ரூபாய்க்கு உள்ளது தான் போச்சு. ഒരുപാട് നഷ്ടം ഉണ്ടാവില്ല. வந்து தூக்கி அள்ளி போட்டுக்கலாம் வெளியே. இதுதான் வெள்ளம், இந்த இடத்துல இவ்வளவு வெள்ளம் എത്രയും ഉണ്ടാവില്ല. ഇതെല്ലാം വേസ്റ്റ് ആണോ? எல்லாம் அதில் கொஞ்சம் தெளிவாக பார்த்து எடுப்பாங்க. ஏன்னா வேற பார்ட்டிகள் வாங்கினது இல்லை, தெளிவாக பார்த்து எடுப்பாங்க. மிச்சத்தை வேஸ்ட் ஆகும். വേസ്റ്റ് ആക്കി തിരുപ്പി ഇതെല്ലാം കംപ്ലീറ്റ് ആയ ശേഷമേ ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിന് ഒരു 2 മാസം ആവും. 2 മാസം ആകുമ്പോഴത്തേക്ക് ഇതേപോലെ വെള്ളം, ഉപ്പ് വെള്ളം തന്നെ, കടലിലെ വെള്ളമല്ലേ? கடல்லுള്ളത് பூமியில போர். நம்ம வீட்டுக்கு அடி பம்பு வச்சிருக்கோம்ல, அந்த மாதிரி அனாருக்கெல்லாம் போர். அது பூமியில ஒரு 100 அடி ஆழத்துக்கு போர் போட்டிருப்பாங்க. அதுல இருந்து வர்ற தண்ணி ஒரு ஒவ்வொரு ஏரியாவில் டிகிரிக்கு 10 இருக்கும். ஒவ்வொரு ஏரியாவில் 5, 4, 6, 7 இவ்வளோதான் இருக்கும். அது 7 இருக்கிறது 5 இருக்குதுன்னா கொஞ்சம் நாளாகும். தேங்காய் எண்ணெய் தேய்க்கிறதுக்கும் விளக்கெண்ணெய் தேய்க்கிறதுக்கு வித்தியாசம் இருக்கும்ல. விளக்கெண்ணெய் பிசு பிசுன்னு இருக்கும், தேங்காய் எண்ணெய் தண்ணியா இருக்கும். அதே மாதிரி டிகிரி கூட உள்ளதுல உடனே மாறி இருப்பாங்க. ஒவ்வொரு இடம் மாறி இருப்பாங்க. அவங்களுக்கு வந்து 10 டிகிரி 12 டிகிரி இருக்கும். அதனால அவங்க மாறி இருப்பாங்க. கல்லுப்பல்ல இருக்கணும், கல்லுப்பல்ல இருக்கணும். கல்லுப்பா
കല്ല് ഉപ്പ് ഇപ്പൊ കെട്ടണം இன்னுം 2 മാസം ആവും എനിക്ക് കല്ലുപ്പ് ആണ് ആദ്യം വരുന്നത് എന്നിട്ടല്ലേ അതിന് പൊടിയാക്കാം എന്നിട്ട് അതിനെ வெளியூர்களுக்கு போவோம் ஒண்ணு நாங்க பொடியாக்கி தான் அனுப்புறது நாங்க உப்பை பாட்டிக்கு கொடுத்துருவோம் உங்களுக்கு இப்போ 200 பண்டல் வேணும்னா நீங்க ஆள் வச்சு போட்டுக்கிட்டு இருக்காங்களா இவங்க நீங்க ஆள் வச்சு போட்டுக்கிடுவாங்க இதை நாங்க உப்பு மட்டும்தான் வைப்போம் ஒண்ணு இப்போதைக்கு 120 ரூபா உப்பு மட்டும் 25 கிலோ உப்பு 120 ரூபா அப்புறம் அவங்க 50 பாக்கெட் போடணும் சாக்கு போடணும் ஓடு கூலி கொடுக்கணும் தண்ணீருக்கு இவ்வளோ வாடகை ஏரியாவுக்கு யாருக்கு இல்ல கட்டுக்கூலி நாங்க சம்பளத்துக்கு எங்களுக்கு சம்பளம் ஒரு நாளைக்கு 500 ரூபா ஆமா இப்போ இவ்வளவு நேரம் நின்றுனா 750 ரூபா காலையில 6 மணிக்கு வந்துட்டு 1 மணிக்கு போனா 500 ரூபா சாயந்தரம் 4 மணி வரைக்கும் நின்னோம்னா 750 ரூபா ஆம்பளைகளுக்கு பொம்பளைகளுக்கு 10 രൂപ കുറയും വെള്ളം എടുക്കുന്നതാ ഉപ്പ് ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുക്കുന്നതാ ഇതിൽ നിന്ന് എടുക്കുന്നത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ കുഴൽക്കിണറുകളൊക്കെ വലിയത് അപ്പൊ നമ്മുടെ ഉപ്പിന്റെ കഥ ഇവിടെ അവസാനം.